ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്നും റേച്ചൽ ജോണാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് പ്രിയ സിസ്റ്ററിന് ഒരു പൂർണ്ണ വിടുതൽ സംഭവിക്കേണ്ടതിനായിട്ട്, തൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതകരമായ വഴി തുറക്കേണ്ടതിനായിട്ട്, തൻ്റെ ജോലിയോടെ സംബന്ധിച്ച് റിന്യൂവൽ കിട്ടേണ്ടതിനായിട്ട്, തനിക്ക് അടുത്ത ചില വർഷങ്ങളിലൂടെ സൗദി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനുള്ള കൃപ ദൈവം കൊടുക്കേണ്ടതിനായിട്ട്, അതിൻ്റെ എക്സാം എഴുതണം, അതിനുള്ള എല്ലാ വാതിലുകളും ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തുറക്കണം. അതേപോലെ തൻ്റെ തലമുറയുടെ അനുഗ്രഹത്തിനായിട്ട്, തലമുറയുടെ പഠനത്തെ സംബന്ധിച്ച് നിൽക്കുന്ന എല്ലാ എതിരുകളും മാറിയിട്ട് അവർ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത് തൻ്റെ ജോലിയോട് നിൽക്കുന്ന എതിരുകൾ മാറി തനിക്ക് അത്ഭുത വഴി തുറക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകളൊന്ന് അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ റേച്ചൽ സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജോലിയിൽ മുമ്പോട്ട് പോകാനുള്ള വലിയ വഴികളങ്ങ് തുറക്കുന്നതിനായി സ്തോത്രം. എക്സാം എഴുതാനുള്ള വാതിൽ തുറക്കുന്നതിനായി സ്തോത്രം. ദൈവം തനിക്ക് വേണ്ടി പ്രവർത്തിച്ച വലിയ പ്രവർത്തിക്കായി സ്തോത്രം. അധികാരിയുടെ മനസ്സിനെ തിരിച്ചതിനായി, തനിക്ക് അത്ഭുതം ഇതുവരെയും ചെയ്ത ദൈവം ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. എൻ്റെ കർത്താവ് ഈ വിഷയത്തിനകത്ത് അത്ഭുതം ചെയ്തതിനായി നന്ദി. ഞാനത് വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് വലിയ സാക്ഷ്യമാകുകയാണ്, വലിയ ദൈവപ്രവർത്തിയാകുകയാണ്. ദൈവത്തിൻ്റെ കരം ഇതിനകത്ത് വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രവർത്തിച്ചതിനായി സ്തോത്രം, അങ്ങ് ചലിച്ചതിനായി നന്ദി, അങ്ങയുടെ കരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ ദൈവവചനത്തെ ആഴത്തിൽ വിശ്വസിക്കണം. ദൈവവചനത്തിന് നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ പറ്റും. 119 സങ്കീർത്തനം 105 വാക്യം പറയാണ്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. അങ്ങനെ വിശ്വസിക്കുന്നതിലൂടെ ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറുകയാണ്. നമുക്ക് മുമ്പോട്ട് വ്യക്തതയില്ലെങ്കിലാണ് നാം പകച്ചു നിൽക്കുന്നത്. എന്നാൽ ടോർച്ചടിക്കുന്നത് പോലെ ഇന്ന് ഈ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം എനിക്ക് വഴികാട്ടിയായി നിൽക്കുമെങ്കിൽ നമുക്ക് ധൈര്യം വെളിപ്പെട്ട് വരാൻ തുടങ്ങും. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവിക സമാധാനം എന്നുള്ള വിഷയമാണ്. ദൈവിക സമാധാനം ഇല്ലാതെ നമുക്കൊരിക്കലും മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ ജീവിതം ഓരോ ദിവസവും മുമ്പോട്ട് പോകുകയാണ്, അല്ലെങ്കിൽ നാം നിത്യതയ്ക്ക് വിളിക്കപ്പെട്ടവരാണ്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചതും യേശു കർത്താവ് ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് പോകുന്നത് കാണാൻ പറ്റും. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ഈ ജീവിതയാത്രയും നിത്യതയ്ക്ക് വേണ്ടിയാണ്. ആ നിലയിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നു, ഈ യാത്രയിൽ തിരമാലകളുണ്ട്, ഈ യാത്രയിൽ വലിയ കാറ്റും പ്രതിസന്ധിയുമുണ്ട്. എന്നാൽ യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ യേശു നമ്മുടെ പടകിലുണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ, യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത് അവൻ സമാധാന പ്രഭു എന്നാണ്. അവൻ്റെ സമാധാനം നമ്മുടെ പ്രതിസന്ധികളെ മാറ്റുന്നതാണ്. അവൻ്റെ സമാധാനം നമ്മുടെ വിഷയത്തിനകത്ത് അത്ഭുതത്തെ ചെയ്യുന്നതാണ്. അങ്ങനെ വിശ്വസിക്കുന്നതിനോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് ദൈവം തരുന്ന സമാധാനമാണ്. ദൈവിക സമാധാനത്തെ നമുക്ക് എങ്ങനെ പ്രാപിക്കാൻ കഴിയുമെന്ന് ഇന്ന് നമ്മൾ വിവിധ നിലയിൽ ചിന്തിക്കാൻ പോവുകയാണ്. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കുറിവാക്യം എന്ന നിലയിൽ നമ്മളൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 27 വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. എന്നെ കേൾക്കുന്നവരെ, വായിച്ച വാക്യത്തിനകത്ത് ആഴങ്ങളുണ്ട്. ഇതാ വാക്യത്തിനകത്ത് ശ്രദ്ധിക്കാമെങ്കിൽ, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഈ ലോകത്തിൽ നാം അനുഭവിക്കുന്നതും നാം മുമ്പോട്ട് പോകുന്നതും ദൈവത്തിൻ്റെ സമാധാനത്തിലാണ്. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയണം, നാം പൂർണ്ണ സമാധാനം അനുഭവിക്കുമ്പോഴാണ് നമുക്ക് നല്ലതുപോലെ ഉറങ്ങാൻ കഴിയുന്നത്. നമുക്ക് സമാധാനമില്ലെങ്കിൽ നമുക്കൊന്ന് ചിരിക്കുവാൻ പോലും കഴിയത്തില്ല. സമാധാനമാണ് നമ്മെ ഓരോ ദിവസവും മുൻപോട്ട് നടത്തുന്നത്. ആ നിലയിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേ, രോഗത്തിലും ഭാരത്തിലും ആകുലതയിലൊക്കെ ഇരിക്കുന്നതിനോട് ചോദിച്ചാൽ അവർക്ക് സമാധാനം കാണത്തില്ല. അവർ വലിയ ചോദ്യങ്ങളിലും വലിയ വിഷയങ്ങളിലുമായിരിക്കും മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ദൈവം എന്നോടും നിങ്ങളോടും പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിന്റെ സമാധാനം നിലനിൽക്കുന്നതല്ല പ്രിയരെ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനൊന്ന് പറയാം.
ഒരു ജോലിക്ക് വേണ്ടി ദീർഘനാളുകൾ പ്രാർത്ഥിക്കുകയാണ്. ആ ജോലി കിട്ടുന്നത് വരെയും സമാധാനമില്ല. ജോലി കിട്ടിയതോടെ ഇതാ വലിയ സമാധാനം. എന്നാൽ ജോലിയിൽ ചില ആഴ്ചകൾ കടന്നു പോകുമ്പോൾ ജോലിയിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധി വന്നതോടെ ജോലി കിട്ടിയ സന്തോഷവും സമാധാനം നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്നാൽ എന്നെ കേൾക്കുന്നവരെ, ദൈവം തന്ന സമാധാനത്തിൽ യേശു എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ്, ഏത് പ്രതിസന്ധിയും ഏത് വിഷയത്തെയും നിങ്ങൾക്ക് നേരിടുവാൻ കഴിയും. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, മരണത്തിൻ്റെ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല, നീ എൻ്റെ കൂടെ ഇരിക്കുന്നല്ലോ. ദൈവം ഒരുത്തൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ്റെ വെളിയിൽ വലിയ സമാധാനം വെളിപ്പെടുന്നത് കാണാൻ പറ്റും. ലോകം തരുന്ന സമാധാനത്തെ നാം ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വായിച്ച വാക്യത്തിന്റെ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത്, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് എൻ്റെ കർത്താവ് എന്നോട് നിങ്ങളോട് വ്യക്തമായി പറയുകയാണ്. പക്ഷെ കർത്താവിൽ ധൈര്യപ്പെട്ട, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ദൈവവൈതലിനോട് ദൈവത്തിന് ഇന്നും പറയാനുണ്ട്, ആ കഷ്ടത്തെ അവൻ ജയിച്ചു എങ്കിൽ നിഷ്പ്രയാസം ഞാനും നിങ്ങളും അതിനെ ജയിക്കും. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവിക സമാധാനത്തിന് വേണ്ടി ആഴമായി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങണം. ദൈവിക സമാധാനം നമ്മുടെ വെളിയിൽ ആഴമായി വെളിപ്പെട്ട് വരട്ടെ. ഒന്നുകൂടെ നിങ്ങൾക്ക് ആഴം മനസ്സിലാകണമെങ്കിൽ ഇതാ കാൽവരി ക്രൂശിലേക്ക് നിങ്ങൾ നോക്കിയാൽ നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ എൻ്റെ കർത്താവ് കാൽവരി ക്രൂശിൽ ഏറ്റെടുത്തതായി കാണാൻ കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ എൻ്റെ കർത്താവ് കാൽവരി ക്രൂശിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയാം, നിങ്ങൾ ജയാളികളാണ്. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് നിങ്ങൾക്കും ജയമുണ്ട്. കർത്താവ് ആ കാൽവരി ക്രൂശിൽ എനിക്ക് തന്ന ആ സമാധാനത്തെ ഏറ്റെടുത്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ സമാധാനം പ്രാപിക്കാൻ കഴിയുമെന്നുള്ളത് വചനത്തിലൂടെ നാം ശ്രദ്ധിക്കാൻ പോവുകയാണ്. ദൈവവചനത്തെ ആഴമായി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകും, വിവിധ നിലകളിൽ ദൈവം ദൈവിക സമാധാനത്തെ നമ്മിലേക്ക് പകരുന്നതായിട്ട്. ആദ്യ അനുഭവത്തിലേക്ക് നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ 119-ാം സങ്കീർത്തനം അതിൻ്റെ 165-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കാം. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ഈ വചനത്തിനകത്ത് ഒരു ആഴം മനസ്സിലാകുന്നുണ്ട്. വചനത്തോട് പ്രിയം വെച്ചവർക്ക്, എന്നെ കേൾക്കുന്നവരെ, ഈ വചന കേൾവിയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഇന്നു മുതൽ ദൈവത്തിൻ്റെ വചനത്തോട് നമുക്കൊന്ന് അടുക്കാമെന്ന്. ദൈവത്തിൻ്റെ വചനത്തെ ആഴമായി ചിന്തിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ആഴമായി ഇരിക്കുകയും ചെയ്യുമെന്നുള്ളത് ഒരു തീരുമാനത്തോട് വരാൻ പറ്റുമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തോട് അല്ലെങ്കിൽ ന്യായപ്രമാണത്തോട് പ്രിയം വെച്ചവന് മഹാസമാധാനമുണ്ടെന്നാണ്. വെറും സമാധാനമല്ല, മഹാസമാധാനം. ആ നിലകളിൽ വിശ്വസിക്കുന്നവരോട് ഈ മിനിറ്റിൽ പറയാം, നിങ്ങൾ വീണ് പോകത്തില്ല. നിങ്ങൾ ആഴത്തിൽ കുഴിച്ച് പാറമേൽ വീട് പണിതവരായിരിക്കും. എന്നെ കേൾക്കുന്നവരെ, പ്രതികൂലം ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷേ വചനത്തിനകത്ത് നിൽക്കുന്നവൻ ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതവനോട് തുല്യനാണ്. എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പ്രശ്നം വന്നാലും നീ വചനത്തിനകത്ത് പ്രിയം വെച്ചതുകൊണ്ട് ദൈവം നിന്നെ നിലനിർത്തും. നീ ആറ്റരകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നിനക്ക് സീസണുകൾ കാണത്തില്ല. ഏത് പ്രതിസന്ധിയുടെ നടുവിലും നീ തഴയ്ക്കും, നീ ഉയരുക തന്നെ ചെയ്യും. കാരണം നീ വചനത്തിനകത്താണ് നിൽക്കുന്നത്. ഒന്ന് വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർത്തുണ്ടെന്ന് പറഞ്ഞോ, ഇന്നു മുതൽ ദൈവത്തിൻ്റെ വചനത്തോട് ഞാൻ പ്രിയം വയ്ക്കും. ആ പ്രിയം വെച്ചവന് മഹാസമാധാനമുണ്ട്, അവൻ വീണുപോകുന്ന ചരിത്രമില്ല. കർത്താവേ, ഇന്നു മുതൽ എൻ്റെ അകത്തൊരു തീരുമാനം, ഞാൻ ഈ വചനത്തിനകത്ത് ഒന്നുകൂടെ ഒന്ന് ഉറയ്ക്കും. കർത്താവേ, എൻ്റെ അകത്തേക്ക് അങ്ങയുടെ വചനത്തിൻ്റെ ആഴത്തെ വെളിപ്പെടുത്തണമേ. രണ്ടാമത്തെ നിലയിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഈ വചനം വായിച്ചപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു തീരുമാനം എടുക്കാം. കർത്താവേ, നിന്നെ മാത്രം ഞാൻ ആശ്രയിക്കും. മനുഷ്യനിലല്ല എൻ്റെ ആശ്രയം, ജീവനുള്ള ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുകയാണ്. ഏത് സമയത്തും എന്നെ കാക്കുന്നവൻ. സങ്കീർത്തനക്കാരനോടൊന്ന് ചേർന്ന് ചിന്തിച്ചാൽ എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എന്നെ കാക്കുന്നവൻ മയങ്ങാത്തവനാണ്. എന്ന് വെച്ചാൽ കർത്താവിനെ നീ ഒന്ന് ആശ്രയിച്ചാൽ, കർത്താവിൻ്റെ ആ പാദപീഠം ഒന്ന് മുറുകെ പിടിക്കാൻ പറ്റുമെങ്കിൽ
ലോകം തരാത്ത വലിയ സമാധാനം, ലോകം തരാത്ത വലിയ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയാം പ്രിയരെ, വിവാഹം ഫ്ലൈറ്റിൽ വെച്ച് നടന്നാലും, വലിയ കാറുണ്ടെങ്കിലും, വലിയ വീടുകളുണ്ടെങ്കിലും, ഉറങ്ങണമെങ്കിൽ ദൈവിക സമാധാനം വേണം. ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ ദൈവിക സമാധാനം നമുക്ക് വേണം. ഇതെങ്ങും വാങ്ങാൻ ലഭിക്കുന്നതല്ല, എൻ്റെ ദൈവത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്നതാണെന്ന് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ ഈ വചന സന്ദേശത്തിനകത്ത് ഞാൻ വിളിച്ചു പറയാം, നിന്റെ ജീവിതത്തിനകത്ത് എല്ലാം നീ നേടിയിട്ടുണ്ടെങ്കിലും ഒരു തലവേദനയിൽ അവസാനിക്കുന്നതാ ഈ ലോകത്തിൻ്റെ സമ്പത്തെന്ന് പറയുന്നത്. ആയതിനാൽ എന്നെ കേൾക്കുന്നവരെ, ദൈവത്തെ ഒന്ന് ആഴമായി ആശ്രയിക്കാൻ പറ്റുമെങ്കിൽ ദൈവം നിന്നെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ദൈവം എന്നും ജീവിക്കുന്നവനാണ്. ഈ ലോകത്തിൽ എത്ര മതങ്ങളുണ്ടെന്നോ എത്ര ദൈവങ്ങളുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഒരു മതത്തെ താഴ്ത്തുവാനോ ഒരു മതത്തെ ഉയർത്തുകയല്ല. ഞാൻ അറിഞ്ഞ യേശു കർത്താവിൻ്റെ പ്രത്യേകത, യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം പറയുകയാണ്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. എന്നെ കേൾക്കുന്നവർ, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ അവർ സമാധാന പ്രഭുവായി ജനിച്ചിട്ടുണ്ടോ? എന്നാൽ ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ ഉറപ്പായി വിശ്വസിക്കുക, എൻ്റെ യേശു ഈ ഭൂമിയിൽ പിറന്നത് തന്നെ സമാധാന പ്രഭുവായിട്ടാണ്. അവനിൽ വിശ്വസിച്ച ഒരുവനും ലജ്ജിച്ചു പോകത്തില്ലെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവിന് നന്ദി പറഞ്ഞു തുടങ്ങണം. കാരണം അവൻ സമാധാന പ്രഭുവാണ്. സമാധാനമില്ലാതെ മുമ്പോട്ട് എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ പാദപീഠത്തിലേക്കൊന്ന് ആശ്രയിച്ചാട്ടെ. യായിറോസ് ആശ്രയിച്ചതുപോലെ. ലോകം മുഴുവൻ അവസാനിച്ചെന്ന് പറഞ്ഞെങ്കിലും യായിറോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യും. ഇന്ന് ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, എല്ലാ വഴിയും അടഞ്ഞിട്ടുണ്ടെങ്കിലും ആശുപത്രി പറയുന്നുണ്ട്, ലോകം പറയുന്നുണ്ട്, ബാങ്കുകൾ പറയുന്നുണ്ട്, ഇനിയൊരു മറുപടിയില്ലെന്ന്. പക്ഷേ എൻ്റെ കർത്താവ് പറയുക, വിശ്വസിക്കുക മാത്രം ചെയ്യും. ദൈവിക സമാധാനത്തെ ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് മുന്നേറ്റം സംഭവിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ ബലപ്പെടുത്താൻ പോവുകയാണ്. ദൈവികമായ വിടുതലുകൾ സംഭവിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ വചനചിന്തകളിൽ ദൈവം നമുക്ക് നൽകുന്ന സമാധാനത്തെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ ഒരു ആഴം കുറിവാക്യമായി ചിന്തിച്ച വാക്യത്തിനകത്തുനിന്ന് 3 വ്യവസ്ഥകളിൽ നമുക്ക് സമാധാനം വെളിപ്പെടുന്നതായി കാണാൻ പറ്റുന്നത്. ആ വായിച്ച കുറിവാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചുകൊണ്ട് ആഴത്തിലേക്കൊന്ന് കയറാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഈ വചനത്തിനകത്ത് ഒത്തിരി ആഴങ്ങളുണ്ട് പ്രിയരെ. 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ നമ്മുടെ സമാധാനമായവൻ, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ ഏറ്റെടുത്ത കർത്താവ് നമ്മോട് പറയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുകയാണ്. നമ്മിൽ വെളിപ്പെടുന്ന സമാധാനം ആരെയെന്ന് ചോദിച്ചാൽ, നമുക്ക് വേണ്ടി വില തന്ന, നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തവും ഒഴുക്കിയ യേശു കർത്താവിൻ്റെതാണ്. യേശു കർത്താവിൻ്റെ സമാധാനം എന്നിൽ വെളിപ്പെട്ടിട്ടുണ്ടെന്ന് ഒരു പൂർണ്ണ ബോധ്യം ഈ വചന സന്ദേശത്തിൽ നമുക്ക് വെളിപ്പെടണം. ദാനമായി അല്ലെങ്കിൽ കർത്താവ് നമ്മിലേക്ക് ചൊരിഞ്ഞ ഈ സമാധാനത്തെ സ്വീകരിക്കാതെ ഇന്നും ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന അനേക അമ്മമാരെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ തലമുറയോർത്ത്, അവരുടെ ഭാവിയോർത്തൊക്കെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ തിരിച്ചറിയണം, കർത്താവിൻ്റെ വലിയ സമാധാനം നമ്മിലേക്ക് തന്നിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്തും വ്യക്തമായി പറയുകയാണ്, ലോകം തരുന്നത് പോലെയല്ല, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിച്ചു പോകരുതെന്ന് വ്യക്തമായി കൊടുക്കുന്നത്. നമ്മുടെ ഹൃദയം എപ്പോഴാണ് കലങ്ങുന്നതെന്ന് ചോദിച്ചാൽ, ഏറ്റവും വേണ്ടപ്പെട്ടവർ, നമ്മുടെ കൂടെ നിൽക്കാമെന്നും എല്ലാത്തിനകത്തും നമ്മൾ വിശ്വസിച്ചവർ നമ്മെ തള്ളിക്കളയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് മുറിവേൽക്കാം, നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഏറ്റവും അടുത്തവരുടെ വേർപാട് നമ്മുടെ ജീവിതത്തിൽ ഹൃദയം കലങ്ങുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരാം. എന്നാൽ ഈ വചന സന്ദേശം ശ്രദ്ധിക്കണമേ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞു. അമ്മ തരുന്നത് പോലെയല്ല, ലോകം തരുന്നത് പോലെയല്ല. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞ ആ വലിയ കർത്താവ്, ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാം നാളും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞ എൻ്റെ യേശു കർത്താവ് എൻ്റെയും നിങ്ങളുടെയും സമാധാനമായിട്ടുണ്ട്. ഇന്ന് ബലപ്പെടാൻ പറ്റുന്നവർ, ആ വീണുപോയി ഇനി എൻ്റെ ജീവിതത്തിനകത്ത് ഒരു മറുപടി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, ദൈവിക സമാധാനത്തെ ഏറ്റെടുക്കാൻ തയ്യാറാകുക. 2025 വർഷങ്ങൾക്ക് മുമ്പ് ആ സമാധാനം എനിക്ക് ദാനമായി ലഭിച്ചു. എൻ്റെ മേളിൽ അത് ചൊരിയപ്പെട്ട് നിൽക്കുകയാണ്. അത് തിരിച്ചറിയുക, ഇപ്പോൾ തന്നെ അത് ഏറ്റെടുക്കുക. സമാധാനം നമ്മിലേക്ക് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ സൗഖ്യങ്ങൾ സ്വീകരിക്കാൻ പറ്റും, നമുക്ക് ഉറപ്പ് ലഭിക്കും,
നമുക്ക് മുമ്പോട്ട് ചുവടുകൾ വയ്ക്കാൻ പറ്റും. അങ്ങനെ വിശ്വസിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, ദൈവം തരുന്ന സമാധാനത്തെ ഏറ്റെടുക്കുക. 2, ഭ്രമിച്ചു പോകുന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നാം പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നത്, ആ ബാങ്കിൽ നിന്ന് വന്ന ലെറ്റർ, പെട്ടെന്ന് വന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ, പെട്ടെന്ന് വന്ന ആക്സിഡന്റ്, തകർച്ചകൾ, നമ്മൾ ഭ്രമിച്ചു പോകുന്ന അനുഭവത്തിലേക്ക്, ഭയപ്പെട്ടു പോകുന്ന അനുഭവത്തിലേക്ക്, ഇനി എന്ത് ചെയ്യുമെന്നുള്ള വലിയ ചോദ്യത്തിൽ നിൽക്കുന്നതിനോടും കർത്താവിന് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ തലമെന്ന് പറയുന്നത് ദൈവം തരുന്ന സമാധാനം എന്നുള്ളതാണ്. നാം ദൈവത്തിൽ നിന്ന് ദാനമായി പ്രാപിക്കുന്ന സമാധാനം. വലിയവനായ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഏറ്റവും വലിയ ദാനമായി തന്നതിലൊന്നാണ് ദൈവിക സമാധാനം. സമാധാനത്തെ ഇപ്പോൾ ആ കണ്ണുകളൊന്ന് അടച്ച് പ്രാപിക്കാൻ പറ്റുന്നവർ, കർത്താവെ അങ്ങ് തന്ന സമാധാനത്തെ ഞാൻ ഏറ്റെടുക്കുകയാണ്. അങ്ങ് തന്ന ഈ സമാധാനത്തിനകത്ത് എൻ്റെ സൗഖ്യമുണ്ട്. ഏകദേശം 16 കാര്യങ്ങളാണ് ദൈവം തന്ന സമാധാനത്തിലുള്ളത്. 1, എൻ്റെ സൗഖ്യം അതിനകത്തുണ്ട്, എൻ്റെ വഴി അതിനകത്തുണ്ട്, എൻ്റെ കരുതലുണ്ട്, എനിക്ക് വേണ്ടിയുള്ള സകലതും എൻ്റെ യേശു ശാലോം എന്ന് പറഞ്ഞ വാക്കുകൾക്കകത്തുണ്ട്. ഒന്നുകൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. ശിഷ്യന്മാർ ഒറ്റപ്പെട്ടതുപോലെ യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം അവർക്ക് മുമ്പോട്ട് നയിക്കാൻ ആരുമില്ല. അവരെ ഗുരു അവരെ വിട്ടു പോയിരിക്കുകയാണ്. ഇനി അവർക്ക് ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ മാളിക റൂമിൽ യഹൂദന്മാരെ പേടിച്ചിരിക്കുമ്പോൾ ഒരു വാതിലും തുറക്കാതെ ഞാൻ തന്നെ ആ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞവൻ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് ശലോം, എന്നെ കേൾക്കുന്നവരെ എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട, എൻ്റെ സമാധാനത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ വഴികളും ഉണ്ടെന്നുള്ളതാണ്. എങ്കിലും എന്നുള്ള വേർഡ് ചേർത്ത് വെക്കുകയാണ്. ഇതാ ഒരു പുതിയ വഴി, ഒരു ബ്രേക്ക് ത്രൂ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ പോവുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവം തരുന്ന സമാധാനത്തെ, ദൈവം തരുന്ന വിടുതലുകളെ ഇപ്പോൾ പൂർണ്ണമായി നാം സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം ശിഷ്യന്മാരോട് സമാധാനം പറഞ്ഞവൻ അവർക്ക് വേണ്ടിയുള്ള ഭാവിയുടെ വഴി മുഴുവൻ കരുതിക്കൊണ്ടാണ് സമാധാനം പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ഇപ്പോൾ യേശുവിനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും, നിങ്ങൾ എവിടെ നിന്നാണോ എന്നെ ശ്രദ്ധിക്കുന്നത്, ഒരുമിച്ച് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, ദൈവം തരുന്ന സമാധാനത്തെ നമുക്ക് ഏറ്റെടുക്കാം. എങ്കിൽ 2ാമത്തെ തലത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമുക്ക് ദൈവത്തോട് സമാധാനം പ്രാപിക്കാം. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിന് വലിയ ആഴമുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം വായിച്ചു കേട്ട ഈ വാക്യത്തിനകത്ത് വലിയ ആഴമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. എന്നെ കേൾക്കുന്നവരെ, നീതീകരണം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ ആഴമാണ്. നരഭോജികളെ നരസ്നേഹികളാക്കുന്ന ദൈവം, കൊലപാതകനെ സുവിശേഷകനാക്കുന്ന ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ, ഇന്നലകളിൽ ജീവിതം അവസാനിച്ചെന്ന് പറയുന്നവന് പുത്തൻ വഴിത്തിരിവിനെ കൊടുക്കുന്ന കർത്താവ്. ഒന്നുകൂടെ ആഴമായി ശ്രദ്ധിച്ചാൽ, 6000 ഭൂതങ്ങൾ ബാധിച്ച ഭൂതഗ്രസ്തനെ സുവിശേഷകനാക്കി തീർക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ നിന്റെ ചരിത്രത്തെ ദൈവം മാറ്റിമറിക്കാൻ പോവുകയാണ്. നീതീകരണം എന്ന് പറയുന്നത് വളരെ ആഴമേറിയ ഒരു കാര്യമാണ്. നമുക്ക് പലവർക്കും ഇന്നലകളിൽ സംഭവിച്ചത് ഓർത്ത് പ്രാർത്ഥിക്കാൻ കഴിയാത്ത അനുഭവമുണ്ട്, ദൈവത്തോട് അടുക്കാൻ കഴിയാത്ത അനുഭവം. ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഈ 2ാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സമാധാനമാണ്. ദൈവത്തോട് അടുക്കുന്നവനെ ദൈവിക സമാധാനം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്ന രീതിയിൽ, പഴയതുപോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പഴയതുപോലെ എനിക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല, ദൈവത്തോട് അടുക്കാൻ പറ്റുന്നില്ല. കാരണം ഞാനൊന്ന് മുട്ടുമടക്കുമ്പോൾ ഇന്നലകളിൽ എന്നെ മുറിച്ചവരെ മുഖമാണ് കാണുന്നത്, ഇന്നലകളിൽ എന്നെ തകർത്തവരെ മുഖമാണ് കാണുന്നത്, ഇന്നലകളിൽ ആ തകർന്നുപോയ അനുഭവത്തിനകത്ത്, ഇന്നലകളിൽ എല്ലാം അവസാനിച്ചു, ആ ജപ്തി നോട്ടീസാണ് ഞാൻ കാണുന്നത്. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ജീവിതത്തിനകത്ത് ഒറ്റപ്പെട്ടു പോയ ഒരനുഭവത്തിനകത്ത്. ഒന്നുകൂടെ ഒന്ന് പറയാം, ഈ സമയത്ത് ദൈവം നിങ്ങൾക്ക് നീതിബോധം തരാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ പാപബോധം നിങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നു. ഇന്നലകളിൽ പറ്റിപ്പോയ പാപത്തിനകത്ത്, ഇന്നലകളിൽ വന്നുപോയ പിന്മാറ്റത്തിനകത്ത് ചിലവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അനുഭവമുണ്ട് കേട്ടോ. ദൈവം തരുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വെളിപ്പെടുത്തുന്നത് പാപബോധമാണ്, കുറ്റബോധമല്ല കേട്ടോ. കുറ്റബോധം കൊണ്ടുവരുന്നത് ശത്രുവാണ്. എന്നെ കേൾക്കുന്നവരെ, എന്ന് പറഞ്ഞാൽ മദ്യപിച്ച ഒരു വ്യക്തിയോട് ശത്രു എന്ന് പറയാണ്, നീ മദ്യപിച്ചു, നീ തകർന്നു, ഇനി നിനക്ക് ദൈവത്തോട് എടുക്കാൻ പറ്റത്തില്ല, നിന്റെ ജീവിതം അവസാനിച്ചു, ഇനി മരിച്ചാൽ മതി. അങ്ങനെ പറയുന്ന അനുഭവങ്ങളെല്ലാം കുറ്റബോധമാണ്. എന്നാൽ എന്നെ കേൾക്കുന്നവരെ, പാപബോധം എന്ന് പറയുന്നത്, ഇനി ഞാൻ ആ കുഴഞ്ഞ ചെറ്റിൽ വീഴത്തില്ല, എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും, ജീവിതത്തിൽ ഒരവസരം കൂടെ തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ധൂർത്തപുത്രൻ അല്ലെങ്കിൽ മുടിയനായ പുത്രൻ പിതാവിൻ്റെ അടുക്കിലേക്ക് ഓടി വരുന്നത് പോലെ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലകളിൽ വന്നുപോയ പാകപ്പിഴയിൽ നിന്ന്, ഇന്നലകളിൽ വന്നുപോയ തകർച്ചയിൽ നിന്ന്, കർത്താവെ എന്നെ നീതീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു മുഴുവൻ പ്രാർത്ഥിക്കണം. അതിൻ്റെ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത്, നീതീകരണം എന്നുള്ള ആഴം എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23, 24, 25 വാക്യങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് വരാം.
ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സിൽ ഇല്ലാത്തവരായി തീർന്നു. 24 വാക്യം, അവൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമത്രേ നീതീകരിക്കപ്പെടുന്നത്. 25 വാക്യം, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ. ഈ 3 വചനങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു എന്ന് വെച്ചാൽ പാപികളായി തീർന്നു. എന്നാൽ അവിടെ നിന്ന് 24 വാക്യം പറയുന്നു, യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം നീതീകരണം സംഭവിക്കുകയാണ്. ആ നീതീകരണം എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തത്തിലുള്ള കഴുകലാണ്. നിന്നെ പുതിയ സൃഷ്ടിയാക്കി തീർക്കുകയാണ്. ഇന്നലെ വരെയും നീ കടന്നുപോയ അനുഭവത്തിൽ നിന്ന് കർത്താവ് നിനക്ക് പുതിയതൊന്നും ചെയ്യാൻ പോവുകയാണ്. ഇതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പ്രിയരെ, എൻ്റെ ജീവിതത്തിനകത്ത് ഈ ബൈബിൾ കൈവച്ചുകൊണ്ട് ഞാൻ ആഴം പറയുകയാണ്. ഏറ്റവും വേഗതയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് മാനസാന്തര പ്രാർത്ഥനയാണ്. ആ ധൂർത്തപുത്രൻ അല്ലെങ്കിൽ മുടിയനായ പുത്രൻ മടങ്ങി വരുന്നത് പോലെ ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാനസാന്തരപ്പെട്ടുകൊണ്ട് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നീതീകരണം പ്രാപിച്ച് ദൈവ സാന്നിധ്യത്തിലേക്ക് ഒന്ന് അടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് മോശയോട് ചോദിച്ചാൽ മോശ പറയുന്നത് എന്തെന്നറിയാമോ? അവൻ്റെ സാന്നിധ്യമാണ് എനിക്ക് സ്വസ്ഥത തന്നത്. എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത തരും. എന്നെ കേൾക്കുന്നവരെ, ആഹാരമില്ലാതെ നമുക്ക് ദിവസങ്ങൾ ജീവിക്കാം, വസ്ത്രമില്ലാതെയൊക്കെ ജീവിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ദൈവ സാന്നിധ്യത്തിന് അതിനേക്കാൾ നിങ്ങൾ വില കൊടുക്കണം. കർത്താവേ, ഞാൻ ഇന്നലകളേക്കാൾ അധികം നിന്നോട് അടുത്തിരിക്കുന്നു എന്നൊന്ന് പറയുവാനായിട്ട് എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ ആ നീതീകരണത്തിന്റെ ശക്തി ചിലവരെ തൊടുകയാണ്. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് പിതാവിനോട് സമാധാനമുണ്ട്. നമ്മൾ ദൈവത്തോട് അടുക്കുകയാണ്. ഞാനും എൻ്റെ ദൈവവും ഒന്നായി തീരുകയാണ്. ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഇതാ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും എൻ്റെ കൂടെ ഈ മിനിറ്റ് ഒന്ന് പ്രാർത്ഥനയെ ചലിച്ച് ഒന്ന് കണ്ണുകൾ അടച്ച്, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഇപ്പോൾ ആ നീതീകരണത്തിൻ്റെ ശക്തി ഇവരെ പഴയ അനുഭവങ്ങളിൽ നിന്ന് ഇവരെ പുതുക്കണമേ അപ്പ. ആ കിടക്കയിൽ കിടക്കുന്നവർ അത്ഭുതങ്ങൾ ഇപ്പോൾ കാണണമേ അപ്പ. ദൈവശക്തി ഇവരെ തൊടണമേ അപ്പ. ഇവരുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം ഉണ്ടാകണമേ. നീതീകരണത്തിൻ്റെ ശക്തി ഇവരെ തൊട്ട് കഴിഞ്ഞാൽ നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. ഇപ്പോൾ വിശ്വസിക്കുന്നവർ പുതിയ അനുഭവത്തിലേക്ക് വരികയാണ്. പ്രിയരെ, 3-ാമത്തെ തലമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നമ്മിൽ വെളിപ്പെടുന്ന ദൈവിക സമാധാനം. വാക്യത്തിനകത്തേക്ക് വരാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളിലേക്ക്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. 7-ാമത്തെ വാക്യം, എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. പ്രിയരെ, പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവം നമ്മോട് ഇടപെടുന്ന ഈ വാക്യത്തെ ശ്രദ്ധിക്കണം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനകത്തും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടും കൂടെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തെ അറിയിക്കത്രേ വേണ്ടതെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ, ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോ. ഒരു വലിയ ആഴമാണ് ഈ വചനത്തിനകത്ത് കിടക്കുന്നത്. വിചാരങ്ങളാണ് നമ്മെ ഭാരപ്പെടുത്തുന്നത്. വിചാരങ്ങളാണ് നമ്മുടെ വേഗത കുറയ്ക്കുന്നത്. പലതിനകത്തും നമ്മൾ സ്റ്റക്കായതുപോലെ ആയിത്തീരുന്നത് നമ്മുടെ മേളിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഭാരം വരുമ്പോഴാണ്. എന്നാൽ യേശുവിൻ്റെ സമാധാനം ഒരാളുടെ മേളിലോട്ട് വരുമ്പോൾ അവൻ്റെ സ്പീഡ് വർദ്ധിക്കും, അവൻ്റെ ആവേശം വർദ്ധിക്കുന്നത് കാണാൻ പറ്റും. കാരണം മത്തായിയുടെ സുവിശേഷം ശ്രദ്ധിച്ചാൽ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതാണ്. എന്നാൽ ഇന്ന് കേൾക്കുന്ന ഈ വചനത്തിനകത്ത് നമ്മുടെ ജീവിതം ഒന്ന് ക്രമപ്പെടുത്തുകയാണ്. ഏത് പ്രതിസന്ധിയിലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത അനുഭവത്തിനകത്തും 5 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ നമുക്ക് വെളിപ്പെടുന്ന ഒരു ആശ്വാസമുണ്ട്. എന്ന് പറഞ്ഞാൽ, ആ പടക് മുങ്ങുമെന്ന് തോന്നുന്ന സമയത്ത് ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന്, ഗുരു, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലേ എന്ന് ചോദിക്കുമ്പോൾ യേശു കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെ ശാസിക്കുകയും കടലിനോട് അടങ്ങുക എന്ന് കൽപ്പിക്കുകയും ചെയ്തത് കാണാൻ പറ്റും. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിനകത്തും ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ എൻ്റെ ദൈവം എഴുന്നേറ്റ് വരുന്നത് കാണാൻ പറ്റും. ഇതാ പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവം നമ്മോട് പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനകത്തും പ്രാർത്ഥിക്കണം. ഇന്നു മുതൽ ഒരു തീരുമാനം. ഇവിടെയാ ജീവിതം ക്രമപ്പെടുത്തുന്നത്. എല്ലാത്തിനകത്തും പ്രാർത്ഥിക്കണം. ഏത് വിഷയത്തിനകത്തും ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് തീരുമാനിക്കാൻ പറ്റുമോ? തീരുമാനിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എല്ലാ വിഷയത്തിനകത്തും ഇന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കും. എല്ലാ വിഷയത്തിനകത്തും എൻ്റെ ദൈവത്തെ ഞാൻ അത് ഏൽപ്പിക്കും. ഇതാ അപ്പോസ്തലനിലൂടെ പറയുന്നു, എല്ലാറ്റിനകത്തും പ്രാർത്ഥനയാലും. 2, അപേക്ഷ. അപേക്ഷ എന്ന് പറയുന്നത്, കർത്താവേ, എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കണമേ,
എൻ്റെ വിഷയത്തിനകത്തൊരു മറുപടി തരണമേ. അങ്ങനെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്നുണ്ട്. കർത്താവിൻ്റെ ആ പാദപീഠത്തിലോട്ട് നമ്മുടെ വിഷയം വെക്കുകയാണ്. നിങ്ങൾ നോക്കണമേ. എന്നാൽ മൂന്നാമത്തെ പദം നിങ്ങൾ ശ്രദ്ധിക്കണമേ. സ്വത്വത്തോടുകൂടെ ദൈവത്തെ അറിയിക്കത്ര വേണ്ടത്. എല്ലാ വിഷയത്തിനകത്തും ദൈവം അത് ചെയ്തെന്ന് ഉറപ്പുള്ളവർ നന്ദി പറയണം. കർത്താവെ, അങ്ങത് ചെയ്തതിനായി നന്ദി, അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി, അങ്ങ് എനിക്ക് വേണ്ടി ഇന്നും ചലിക്കുന്നതിനായി നന്ദി. നമ്മിൽ വ്യാപരിക്കുന്ന ഉറപ്പാണ് നമ്മെ നന്ദി പറച്ചിലേക്ക് കൊണ്ടുപോകുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ എൻ്റെ ദൈവം എനിക്ക് മുമ്പിൽ കാണാത്ത ചില വാതിലുകൾ തുറക്കി. ഞാൻ അതിനു വേണ്ടി ദൈവത്തിന് നന്ദി പറയുകയാണ്. അത് വിശ്വസിച്ചുകൊണ്ട് നന്ദി പറയുന്ന ഇപ്പോൾ തന്നെ ചിലവരുടെ വിടുതലുകൾ സംഭവിക്കുകയാണ്. ചിലവരെ അത്ഭുതങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ 3 തലങ്ങൾ ക്രമപ്പെടുത്തുകയാണ്. എല്ലാത്തിനകത്തും പ്രാർത്ഥിക്കും, എല്ലാത്തിനകത്തും ഞാൻ ദൈവത്തോട് അപേക്ഷിക്കും, എല്ലാത്തിനകത്തും ഞാൻ ദൈവത്തോട് നന്ദി പറയാൻ തുടങ്ങും. ആ നിലയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിയവനോട് 7ാമത്തെ വാക്യം ഒന്ന് വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 7ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഈ 3 നിലയിൽ ജീവിതം ഒന്ന് ക്രമപ്പെടുത്തുന്നതിനോട് ദൈവം പറയുക, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ഹൃദയത്തിനകത്താണ് ഈ വലിയ ഭാരം വരുന്നത്, ആകുലത വരുന്നത്, വലിയ ഡൗട്ടുകൾ വരുന്നത്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിതം ക്രമപ്പെടുത്തുന്നവൻ്റെ മുമ്പിൽ വലിയ സമാധാനം വ്യാപരിക്കാൻ പോവുകയാണ്. അവന് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് ഉറപ്പ് ദൈവം കൊടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവഹിതം എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നറിയാം. ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ട് ചോദിക്കും, പാസ്റ്റർ ഇത് ദൈവഹിതമാണോ എന്ന്. എന്നാൽ ദൈവഹിതം മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ഒറ്റ നിലയിൽ പറഞ്ഞു തരാം. നിങ്ങൾ എടുക്കുന്ന വിഷയത്തിനകത്ത്, നിങ്ങളുടെ സ്റ്റെപ്പ് വയ്ക്കുന്ന വിഷയത്തിനകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനമാണ് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്. ഇന്ന് ഈ വചനത്തെ മുറുകെ പിടിച്ചോ. നിങ്ങൾ ദൈവിക സമാധാനത്തിൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഏത് വിഷയത്തിനകത്ത് അസ്വസ്ഥത തോന്നുന്നുണ്ടോ, ഏത് വിഷയത്തിനകത്തോട്ട് നിങ്ങൾ കാല് വയ്ക്കുമ്പോൾ അസ്വസ്ഥത തോന്നുന്നുണ്ടോ, അത് ദൈവത്തിൽ നിന്നായിരിക്കത്തില്ല. അതിനകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. വിവിധ നിലകളിലുള്ള സമാധാനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അതിനകത്തൊന്ന് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ന്യായപ്രമാണത്തോട് പ്രിയം വെച്ചവന് സമാധാനമുണ്ട്. അതേപോലെ ദൈവത്തെ ആശ്രയിക്കുന്നവന് സമാധാനമുണ്ട്. ദൈവത്തിൽ നിന്ന് നമുക്ക് സമാധാനം പ്രാപിക്കാമെന്നുള്ളത് നാം കേട്ടു. നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നാൽ, നമ്മുടെ ജീവിതത്തിനകത്ത് മനസ്സാന്തരപ്പെട്ടാൽ, നാം ദൈവത്തോട് അടുത്താൽ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടെന്ന് നാം കേട്ടു. ജീവിതം ക്രമപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിനകത്ത് സമാധാനം വെളിപ്പെടുമെന്നുള്ളത് നാം കേട്ടു. എങ്കിൽ കണ്ണുകൊണ്ടൊന്ന് അടയ്ക്കാം, നമുക്ക് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാതെ ഭാരപ്പെട്ട് നാളെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇവരെ വഴി അങ്ങ് തുറക്കണമേ അപ്പ, ഇവരെ അങ്ങ് സ്പർശിക്കണമേ, ഇവരുടെ രോഗങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ, ഇവരുടെ ആവശ്യങ്ങൾ അങ്ങ് പ്രവർത്തിക്കണമേ അപ്പ. ഇപ്പോൾ തന്നെ അങ്ങയുടെ സമാധാനം ഇവരെ വിളിച്ചൊരിയണമേ അപ്പ. ഇവർക്ക് സന്തോഷിക്കുവാൻ, ഇവർക്ക് ആനന്ദിക്കുവാൻ തക്കവണ്ണം ഒരടയാളം അങ്ങ് വെളിപ്പെടുത്തണമേ യേശുവേ. അങ്ങയുടെ കരത്തിലോട്ട്, അങ്ങയുടെ പാദപീഠത്തിലോട്ട് എന്നെ കാണുന്നവരെ വിഷയം ഞാൻ സമർപ്പിക്കുന്നു. അത്ഭുതം ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരേ, ഇന്നത്തെ ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.